ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ 3ാമത്തെ മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നേ 2 മൊഡ്യൂള് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതിനുശേഷം 3ാമത്തെ മൊഡ്യൂൾ കാണാം. 3ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. 1ാമത്തെ ഭാഗത്തിൽ പവർ ആൻഡ് അതോറിറ്റി, 2ാമത്തെ ഭാഗത്ത് പോവുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, അതിൻ്റെ മീനിങ്, അതുപോലെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഏജൻസീസ്. പിന്നെ 3ാമത്തെ ഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ പൊളിറ്റിക്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് 3ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഭാഗം നോക്കാം. അപ്പോൾ നോക്കുക, പവർ ആൻഡ് അതോറിറ്റി അല്ലെ. സോഷ്യോളജി അതേപോലെ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖകളെ സംബന്ധിച്ച് അധികാരം എന്നത് ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിൻ്റെയോ മേല് നിയമപരമായിട്ട് ചുമത്തപ്പെടുന്ന ഒന്നിനെയാണ് എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് വിവിധ രീതികളിലുള്ള രാഷ്ട്രീയ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ജുഡീഷ്യൽ ബ്രാഞ്ച് അതോറിറ്റിയും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് അതോറിറ്റിയും, ഇതൊക്കെ എന്താണ്? ഒരു സമൂഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ അധികാരങ്ങളായിട്ട് നിലനിൽക്കുന്ന 2 അധികാരങ്ങളാണ്. അതേപോലെ തന്നെ പവറും അതോറിറ്റി എന്ന് പറയുന്നതും, പവർ അല്ലെങ്കിൽ ശക്തി, അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം, ഇത് രണ്ടും എന്താണ്? കൃത്യതയില്ലാത്ത 2 പര്യായ പദങ്ങളാണ് ഈ ഒരു പവറും അതോറിറ്റിയും. അതുപോലെ തന്നെ അതോറിറ്റി എന്ന് പറയുന്ന പദം രാഷ്ട്രീയ നിയമ സാധുതയാണ് തിരിച്ചറിയുന്നത് അല്ലെ. അപ്പോൾ അതോറിറ്റി എന്നതുകൊണ്ട് എന്താണ്? രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നടക്കുന്നതിനെയാണ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഗവൺമെന്റിന്റെ അധികാരം പ്രയോഗിക്കാനുള്ള ഭരണാധികാരിയുടെ അവകാശമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അതോറിറ്റി അറിയപ്പെടുന്നുണ്ട്. എന്നാൽ പവർ എന്ന് പറയുന്ന പദം അനുസരണക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് അല്ലെ. അനുസരണക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് പവർ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശക്തി എന്ന വേർഡ് കൊണ്ട് എന്താ പറയാ നിലനിൽക്കുന്നത്. അതേപോലെ ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയാ പവറും അതേപോലെ തന്നെ അതോറിറ്റിയും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരങ്ങളാണ്. രണ്ടും എന്താണ്? തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവാണ് അല്ലെ. പവർ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അതോറിറ്റി പറഞ്ഞാലും തീരുമാനം എടുക്കാനുള്ള അധികാരങ്ങളാണ്. എന്നാൽ നിയമപരമായിട്ട് നടപ്പിലാക്കാവുന്ന അധികാരങ്ങളാണ് ഈ ഒരു എന്താ പറയാ പവറും അതോറിറ്റിയും അല്ലെ. നിയമപരമായിട്ട് നടപ്പിലാക്കാവുന്ന അധികാരങ്ങളാണ്. അതേപോലെ തന്നെ പ്രശസ്ത സാമൂഹ്യ ചിന്തകനായിട്ടുള്ള മാക്സ് വെബർ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അധികാരങ്ങളുടെ മേലെന്ത് ചെയ്തിട്ടുണ്ട്? അധികാരങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. മാക്സ് വെബർ ഈ ഒരു സാമൂഹ്യ ചിന്തകനാണ് അദ്ദേഹം, പ്രശസ്ത സാമൂഹ്യ ചിന്തകനായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അധികാരത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ 3ാമത്തെ സെമ്മിൽ പവറും അതോറിറ്റിയെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ബുക്കിൽ തന്നെ നമ്മൾ 2nd മൊഡ്യൂളിൽ കുറച്ച് അതോറിറ്റിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി പവറിന്റെ ഡെഫിനിഷൻസ് നോക്കാം, നിർവചനങ്ങൾ. അതിൽ 1ാമത് നിർവചനം കൊടുത്തത് ഹെർബർട്ട് ഗോൾഹാമർ ആൻഡ് എഡ്വേർഡ് ഷിൽ. അവർ പറഞ്ഞത് സ്വന്തം ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് പവർ എന്ന് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ജോർജ് ഷ്വാർസൻബർഗ് പറഞ്ഞത് അനുസരിക്കാത്ത സാഹചര്യത്തിൽ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളെ ആശ്രയിച്ചിട്ട് ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ മേല് അടിച്ചേൽപ്പിക്കാനുള്ള കഴിവിനെയാണ് പവർ എന്നാണ് ആര് പറഞ്ഞത്? ജോർജ് ഷ്വാർസൻബർഗ് പറഞ്ഞത്. എന്നാൽ ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ബന്ധത്തിനെയാണ് പവർ എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ 1-2 ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. പവറിന്റെ സവിശേഷതകൾ. 1ാമത്തത് സാഹചര്യപരമായിട്ടുള്ള സ്വഭാവം ഉള്ളതാണ് എന്ത്? പവർ അല്ലെ. അതായത് ഇപ്പോൾ അധികാരത്തിന്റെ വിനിയോഗം എന്ന് പറയുന്നത് വ്യക്തികൾ നിലനിൽക്കുന്ന സ്ഥാനത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് എന്താവും? അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഓഫീസ് നല്ല ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് ആ ഒരു വ്യക്തി ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമുള്ളൂ അദ്ദേഹത്തിന് എന്തുണ്ടാവുക? അധികാരം ഉണ്ടാവുക. അതിൽ നിന്ന് അദ്ദേഹം റിട്ടയർഡ് ആവുകയാണെങ്കിൽ പിന്നെ എന്തായി? അദ്ദേഹത്തിന് ആ ഒരു അധികാരം അവിടെ പ്രയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ സാഹചര്യപരമായിട്ടുള്ള സ്വഭാവം ഉള്ളതാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. 2ാമത്തതാണ് ശക്തി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് അതിന്റെ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. അധികാരം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഉപയോഗത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ അധികാരം എന്ന് പറയുന്നത് ഉപയോഗവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് വിപുലമായിട്ടുള്ള അധികാരം തന്നെ ഇന്ത്യയിലുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ അതേ രീതിയിലുള്ള തീരുമാനങ്ങൾ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയിൽ എടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പോൾ അമേരിക്കൻക്ക് അമേരിക്കൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക? അധികാരത്തിനെ ഉപയോഗിക്കാൻ പറ്റുക. ഇന്ത്യയിലുള്ള പ്രസിഡന്റിന് ഇന്ത്യയിലുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയിൽ എടുക്കാൻ പറ്റുക. 3ാമത്തതാണ് എന്താ പറയുക അധികാരം എന്ന് പറയുന്നത് ഉപരോധങ്ങളാൽ എന്ത് ചെയ്യുന്നുണ്ട്? പിന്തുണക്കുന്നുണ്ട് അല്ലെ. ശക്തി എന്ന് പറയുക അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഉപരോധങ്ങളാൽ പിന്തുണക്കുന്നത്. അതായത് അധികാരത്തെ വിനിയോഗത്തിൽ എന്ത് വേണം? കുറഞ്ഞത് 2 വ്യക്തികളെങ്കിലും വേണം അല്ലെ. അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യണം? അധികാരം പ്രയോഗിക്കുന്ന ഒരു വ്യക്തി വേണം, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി അനുസരിക്കാനും വേണം. എന്നാലുള്ള ആ ഒരു അധികാരം എന്ത് ചെയ്യാൻ പറ്റുക? അവിടെ ഉപയോഗിക്കാൻ പറ്റുക.
പിന്നെ അടുത്തതാണ് പറയണത് അധികാരം എന്ന് പറയുന്നത് കേവലമല്ല, മറിച്ചിട്ട് എന്താണത് സ്വഭാവത്തിൽ അതിൻ്റെ ആപേക്ഷികമായിട്ടുള്ളതാണ് അല്ലേ. ഈ ഒരു അധികാരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ടുള്ളതാണ്, അത് കേവലമായിട്ടുള്ള ഒന്നല്ല പവർ. അതായത് അധികാരങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കും അല്ലേ. അതായത് ഒരു വ്യക്തി ആ വ്യക്തി നേടിയെടുക്കുന്ന ഒന്നാണെന്ത് പവർ എന്ന് പറയുന്നത്, അല്ലാതെ സ്വമേധയാ വന്ന് ചേരുന്നതല്ല. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, നേടിയെടുക്കുന്ന ഒന്നാണ് പവർ, അല്ലാതെ അദ്ദേഹത്തിന് സ്വമേധയാ വന്ന് ചേരുന്ന ഒന്നല്ല പവർ. അടുത്തതാണ് അധികാരത്തിന് എന്തുണ്ട്, രണ്ട് വശങ്ങളുണ്ട് അല്ലെ. പവറിന് രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് യഥാർത്ഥവും അതുപോലെ തന്നെ സാധ്യതയുള്ളതുമായിട്ടുള്ള രണ്ട് വശങ്ങളാണ് ഉള്ളത്. അതായത് ഇപ്പോൾ എന്താ പറയാ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സമൂഹവുമോ പിന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അധികാരമാണെന്ത് പവർ എന്ന് പറയുന്നത് അല്ലെ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹമോ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അധികാരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പവർ എന്ന് വിളിക്കുന്നത്. ചില സാഹചര്യങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ എന്താണ് എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് അധികാര വിനിയോഗം നടത്തപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള എന്തുണ്ട്, രണ്ട് വശങ്ങൾ ഈ ഒരു പവറിനുണ്ട്. ഒന്ന് ആക്ച്വലും അതുപോലെ തന്നെ മറ്റൊന്നാണ് പൊട്ടൻഷ്യൽ, അതായത് യഥാർത്ഥവും അതുപോലെ തന്നെ സാധ്യതയുള്ളതുമായിട്ടുള്ളത്. അടുത്തൊരു സവിശേഷതയാണ് പ്രേരണയിലൂടെയും അതുപോലെ തന്നെ അടിച്ചമർത്തലിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, അധികാരം പ്രയോഗിക്കാൻ കഴിയും അല്ലേ. അതായത് ഇപ്പോൾ ഉയർന്ന പിന്നെ തലത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യലുണ്ട്, താഴ്ന്ന വിഭാഗത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളൊക്കെ നമുക്ക് ഇതിന് ഉദാഹരണം പറയാൻ പറ്റും. അതേപോലെ തന്നെ അധികാരം പ്രയോഗിക്കുന്നുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗമാണ് എന്ത്, അനുനയിപ്പിക്കുക എന്നുള്ളത് അല്ലേ. മറ്റൊരു വ്യക്തിനെ അനുനയിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അധികാരം പ്രയോഗിക്കാൻ പറ്റും. ഇത് എവിടെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ മിലിറ്ററി, ആർമി, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യലുണ്ട്, ഇങ്ങനെ അനുനയിപ്പിച്ചും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അധികാരം പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. അടുത്തതിന് പഠിക്കാനുള്ളതാണ് ഫോംസ് ഓഫ് പവർ, പവറിന്റെ രൂപങ്ങൾ അല്ലെ, അല്ലെങ്കിൽ അധികാരത്തിന്റെ രൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത് എക്കണോമിക് പവർ അല്ലെ, സാമ്പത്തിക ശക്തി. രണ്ടാമത്തേത് സോഷ്യൽ പവർ, സാമൂഹിക ശക്തി. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ ശക്തി. നാലാമത്തേത് നോളേജ് പവർ, വിജ്ഞാന ശക്തി. ആറാമത്തേത് മിലിറ്ററി പവർ, സൈനിക ശക്തി. ഏഴാമത്തേത് ഐഡിയോളജിക്കൽ പവർ, പ്രത്യയശാസ്ത്ര ശക്തി. അപ്പോൾ ഇത്രയും ഫോംസ് ആണ് പവറിനുള്ളത് അല്ലെങ്കിൽ അധികാരത്തിന് ഉള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് സോഴ്സസ് ഓഫ് പവർ, പവറിന്റെ ഉറവിടങ്ങളാണ് ഇനി നോക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അധികാരത്തിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് വെൽത്ത്, വെൽത്ത് പറഞ്ഞാൽ സമ്പത്ത്. രണ്ടാമത്തേത് കൺട്രോൾ ഓവർ മീൻസ്, അതായത് ഉൽപാദന മാർഗങ്ങളുടെ മേലുള്ള നിയന്ത്രണം. മൂന്നാമത്തേത് പേഴ്സണൽ സ്കില്ല്, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ. അതേപോലെ തന്നെ നോളേജ്, ജ്ഞാനം അല്ലെ, അല്ലെങ്കിൽ അറിവ്. പിന്നെ അടുത്തത് സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ പദവി. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, സംഘടന. അതേപോലെ ഫെയ്ത്ത്, വിശ്വാസം. അതേപോലെ തന്നെ മാസ് മീഡിയ, ബഹുജന മാധ്യമം. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയുക അധികാരത്തിന്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് അനലൈസിസ് ഓഫ് പവർ അല്ലെ, അതായത് പിന്നെ അധികാരത്തിന്റെ വിശകലനമാണ് ഇനി നമ്മൾ നോക്കുന്നത്. രാഷ്ട്രീയ വിശകലനം പ്രധാനമായിട്ടും അധികാരത്തിന്റെ 4 വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആദ്യകാലം മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ആദ്യകാലം തന്നെ ഇതിന് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തത് മറ്റ് സംസ്ഥാനങ്ങളുടെ മേൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം, അതായത് അറബ് രാഷ്ട്രങ്ങൾ എണ്ണവിലയിലെ വർധനവിനനുസരിച്ച് മറ്റ് രാഷ്ട്രങ്ങളുടെ മേലെന്ത് ചെയ്യുന്നുണ്ട്, അധികാരം നിലനിർത്താറുണ്ട്. രണ്ടാമത്തേതാണ് പവർ ഓഫ് ഗവൺമെന്റ് ഓവർ സൊസൈറ്റി അല്ലെ, അതായത് സമൂഹത്തിന്റെ മേല് ഗവൺമെന്റിനുള്ള അധികാരം. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ മേല് ഭരണ സംവിധാനം അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം നിലനിർത്തുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ. അതിന് നമുക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്നതാണ് അധികാരത്തോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളത് അല്ലെ. അപ്പോൾ അത് സമൂഹത്തിന്റെ മേല് ഗവൺമെന്റിനുള്ള ഒരു അധികാരമാണ് എന്ത്, ബ്യൂറോക്രസി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് പിന്നെ ഗവൺമെന്റിനേക്കാൾ സമൂഹത്തിനുള്ള അധികാരം, അതായത് ചില സാഹചര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന് മേലെന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ അധികാരം ഉപയോഗിക്കാറുണ്ട്. അതായത് രാഷ്ട്രീയ സംവിധാനമുള്ള ജനാധിപത്യ രാജ്യങ്ങളിലാണ് സന്നദ്ധ സംഘടനകളിലൂടെയൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, അധികാരം ഉപയോഗിക്കുന്നത്. ഗവൺമെന്റിനേക്കാൾ സമൂഹത്തിന്റെ അധികാരം എന്നുള്ളതിന് നമുക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്നതാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഒക്കെ. പിന്നെ നാലാമത്തതാണ് സംഘർഷ പരിഹാരത്തിലും അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിലുള്ള അധികാരം അല്ലേ. അതായത് പിന്നെ വൈരുദ്ധ്യാത്മക സാഹചര്യങ്ങളിലൊക്കെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ത് ചെയ്യുന്നുണ്ട്, പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഔപചാരികമായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഉള്ള നിയമ പ്രക്രിയകൾ നിലനിൽക്കുന്ന അധികാര സംവിധാനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഘർഷ പരിഹാരത്തിലും അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്ന പ്രക്രിയകൾക്കുള്ള അധികാരം എന്നതിൽ ഉദാഹരണം പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് അനലൈസിസ് ഓഫ് പവർ.
അപ്പോൾ നോക്കുക, ഇനി പഠിക്കാനുള്ളത് തിയററ്റിക്കൽ അനലൈസിസ് ഓഫ് പവർ ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ അധികാരത്തിന്റെ സൈദ്ധാന്തിക വിശകലനമാണ് ഇനി നമ്മൾ നോക്കുന്നത്. പ്ലൂറലിസ്റ്റ് മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ പവർ റിലേറ്റ് മോഡൽ, മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ എക്കണോമിക് മോഡൽ. ഇതിൽ ഫസ്റ്റ് നമുക്ക് പ്ലൂറലിസ്റ്റ് മോഡൽ നോക്കാം. പ്ലൂറലിസ്റ്റ് മോഡൽ മാക്സ് വെബറിൻ്റെതും അതുപോലെ തന്നെ ടാൾകോട്ട് പാഴ്സന്റെയും ആശയമാണ്. അവർ പറയുന്നത് മത്സരിക്കുന്ന നിരവധി താല്പര്യ ഗ്രൂപ്പുകൾക്കിടയിലാണ് അധികാരം നിലനിൽക്കുന്നതെന്നാണ് മാക്സ് വെബറും അതുപോലെ തന്നെ ടാൾകോട്ട് പാഴ്സറും പറയുന്നത്. അതുപോലെ തന്നെ പ്ലൂറലിസ്റ്റ് മോഡൽ നിലവിലുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റുകളിലാണ്. പ്ലൂറലിസ്റ്റ് മോഡൽ എവിടെയാണ് നിലവിലുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റുകളിലാണ്. അതുപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള പ്രവർത്തന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് പ്ലൂറലിസ്റ്റ് മോഡൽ. അപ്പോൾ പ്ലൂറലിസ്റ്റ് മോഡൽ നിലവിലുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റിലാണ്. ടാൾകോട്ട് പാഴ്സന്റെയും വെബറിന്റെയും അഭിപ്രായത്തിൽ എന്താണ് അവർ പറയുന്നത്? മത്സരിക്കുന്ന നിരവധി താല്പര്യ ഗ്രൂപ്പുകൾക്കിടയിലാണ് എന്ത് ചെയ്യുന്നത്? അധികാരം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള പ്രവർത്തന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് പ്ലൂറലിസ്റ്റ് മോഡൽ. ഇനി അടുത്തതാണ് പവർ റിലേറ്റ് മോഡൽ അല്ലേ. പവർ റിലേറ്റ് മോഡൽ സി റൈറ്റ് മിൽസിൻ്റെ ആണ്. അതായത് ചാൾസ് റൈറ്റ് മിൽസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നെയിം. അദ്ദേഹം പറയുന്നത് സമ്പന്നർക്കിടയിലാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ജനസംഖ്യയിലെ ഒരു ചെറിയ സമ്പന്ന വിഭാഗത്തിൽ മാത്രമാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹിക സംഘർഷ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പവർ റിലേറ്റ് മോഡൽ. അപ്പോൾ പവർ റിലേറ്റ് മോഡൽ എന്ന് പറയുന്നത് സമ്പന്നർക്കിടയിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? സി റൈറ്റ് മിൽസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയമാണ് പവർ റിലേറ്റ് മോഡൽ. അതുപോലെ തന്നെ ജനസംഖ്യയിലെ ഒരു ചെറിയ സമ്പന്ന വിഭാഗത്തിൽ മാത്രമാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ സംഘർഷ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് പവർ റിലേറ്റ് മോഡൽ. ഇനി മൂന്നാമത്തേത് നോക്കാം. ഇനി മൂന്നാമത്തേതാണ് മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ എക്കണോമിക് മോഡൽ. ഇത് മാർക്സിസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം, കാൾ മാർക്സിന്റെ ആണ്. കാൾ മാർക്സിന്റെ ആശയമാണ് ഇത്. അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും സമൂഹത്തിൽ അധികാരം നിലനിൽക്കുക എന്നാണ് കാൾ മാർക്സിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുന്നത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് കാൾ മാർക്സ്. രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുന്നത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജനാധിപത്യം എന്താണ് ഇവിടെ സാധ്യമാവില്ല. അതുപോലെ തന്നെ സാമൂഹ്യ സംഘർഷ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ എക്കണോമിക് മോഡലും. അപ്പോൾ പവർ റിലേറ്റ് മോഡലും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ എക്കണോമിക് മോഡലും സാമൂഹിക സംഘർഷ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ പ്ലൂറലിസ്റ്റ് മോഡല് പിന്നെ ഘടനാപരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള പ്രവർത്തന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ മൊഡ്യൂളിലും അതോറിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സും നോക്കാനുണ്ട്. അത് ഈ ഒരു മൊഡ്യൂളിൽ ഇനി നമ്മൾ നോക്കുന്നില്ല, കാരണം രണ്ടാമത്തെ മൊഡ്യൂളിലും ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത് പവറും അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമുക്കിനി അത് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി അല്ലേ. പവർ എന്ന് പറയുന്ന അധികാരവും അതുപോലെ തന്നെ അതോറിറ്റി എന്ന് പറയുന്നുള്ള അധികാരം, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കുന്നത്. രണ്ടും ഒരു തരത്തിലുള്ള അധികാരങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് നോക്കാം. ഒന്നാമത്തേത് പവർ. പവർ എന്ന് പറഞ്ഞാൽ വ്യക്തികളെ സ്വാധീനിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ഈ പവർ എന്നുള്ള അധികാരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിഗത സ്വഭാവമാണ് ഈ ഒരു അധികാരം നിയന്ത്രിക്കുന്നത് അല്ലേ. വ്യക്തിഗത സ്വഭാവമാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ ഒരു അധികാരം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അവകാശമാണ് ഇത് ഈ ഒരു പവർ എന്ന് പറയുന്ന അധികാരം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് അറിവും വൈദഗ്ധ്യവുമാണ്, അല്ലെങ്കിൽ അറിവും കഴിവും ഒക്കെയാണ് ഈ ഒരു പവർ എന്ന് പറയുന്ന അധികാരത്തിൻ്റെ പ്രധാന ഉറവിടം. അതുപോലെ തന്നെ ഈ ഒരു അധികാര രീതി എന്താണ്, ചലനാത്മകതയുടെ അതായത് ഏത് ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പവർ എന്ന് പറയുന്ന അധികാരത്തിൽ. അതായത് അപ്വേർഡ് ആണ്, അതുപോലെ തന്നെ മുകളിലേക്ക് താഴോട്ടൊക്കെ ഇത് പിന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധികാരമാണ് പവർ എന്ന് പറയുന്ന അധികാരം. അതുപോലെ തന്നെ വ്യക്തികളിലൂടെ നിലനിൽക്കുന്ന ഈ ഒരു അധികാര രീതി സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് നേടിയെടുക്കുന്നത്. അപ്പോൾ സമൂഹത്തിലൊരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു പവർ എന്ന് പറയുന്ന അധികാരം നേടിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അധികാരം നിയമാനുസൃതമല്ല അല്ലേ. അധികാരം നിയമാനുസൃതമല്ല. അതുപോലെ തന്നെ ഇത് വഴക്കമുള്ളതും ചലനാത്മകവുമായിട്ടുള്ളതാണ് ഈ ഒരു പവർ എന്ന് പറയുന്ന അധികാരം. ഇനി നമുക്ക് അതോറിറ്റി എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് നോക്കാം അതോറിറ്റി അല്ലേ. പവർ ഇപ്പം നമ്മൾ നോക്കി. ഇനി അതോറിറ്റി എന്ന് പറയുന്ന അധികാരം എന്ന് പറയുന്നത് ഉത്തരവുകൾ നൽകാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഔപചാരികവും നിയമപരവുമായിട്ടുള്ള അവകാശ അധികാരമാണ് അതോറിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഉത്തരവുകൾ നൽകാനും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഔപചാരികവും അതുപോലെ തന്നെ നിയമപരവുമായിട്ടുള്ള അവകാശ അധികാരമാണ് അതോറിറ്റി. അതുപോലെ തന്നെ ഔപചാരിക അവകാശ രീതിയാണിത് അല്ലേ. ഔപചാരികമായിട്ടുള്ള ഒരു അവകാശ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൈകളായിരിക്കും ഇതിൽ അധികാരം ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ സ്ഥാനവും വ്യക്തിയുടെ അധികാരവും ഒക്കെ ഉദ്യോഗസ്ഥ നിയമങ്ങളാണ് നിർണ്ണയിക്കുക. അതുപോലെ തന്നെ അധികാര ദിശ എന്ന് പറയുന്നത് ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതായിരിക്കും അതോറിറ്റിയിലെ അധികാരം.
അതുപോലെ തന്നെ അധികാരം നിലനിൽക്കുന്നത് പദവിയിലൂടെയാണ് അല്ലെ. അതോറിറ്റിയിൽ അധികാരം നിലനിൽക്കുന്നത് പദവിയിലൂടെയാണ്. മറ്റേത് നമ്മൾ പറഞ്ഞത് വ്യക്തിയിലൂടെ ആയിരുന്നു. അത് സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്തായിരിക്കും അത് പിന്നെ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു, പവറിലുള്ളത്. അതുപോലെ അതോറിറ്റി എന്ന് പറയുന്നത് നിയമാനുസൃതമായിട്ടുള്ളതാണ്. അതോറിറ്റി എന്ന് പറയുന്ന അധികാരത്തിൽ നിയമാനുസൃതമായിട്ടുള്ള അധികാരമാണ്. അതുപോലെ തന്നെ സാങ്കേതികവും സ്ഥിരവുമായിട്ടുള്ള അധികാരമാണ് അതോറിറ്റിയിൽ ഉള്ള അധികാരം. അപ്പൊ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി. ഇനി മൊഡ്യൂളിലെ രണ്ടാമത്തെ ഭാഗത്തിൽ പഠിക്കാനുള്ളതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അല്ലെ. എന്താണ് നോക്കാം. രാഷ്ട്രീയത്തെ വ്യക്തിപരമായിട്ട് പഠിക്കുകയും രാഷ്ട്രീയവുമായിട്ട് ദിശാബോധം കണക്കാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തെ വ്യക്തിപരമായിട്ട് പഠിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ രാഷ്ട്രീയവുമായിട്ട് ദിശാബോധം കണക്കാക്കുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതഗതിയിൽ ഉടനീളമുള്ള രാഷ്ട്രീയ പഠനത്തിന്റെ ഘടകങ്ങളാണ് ഈ ഒരു പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് അല്ലെ. ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന്റെ പഠനത്തിന്റെ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങളെ അവരുടെ രാഷ്ട്രീയ സംസ്കാരങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ ഒരു പ്രത്യേക തരം പഠനം എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട്. ഒരു പ്രത്യേക തരം പഠനമാണ് എന്ത്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. കാരണം എന്താണ്, ജനങ്ങൾ രാജ്യത്തിന്റെ നല്ല പൗരന്മാരാകാൻ ഉതകുന്ന മനോഭാവങ്ങൾ, അതുപോലെ തന്നെ മൂല്യങ്ങൾ എന്നിവയൊക്കെ എന്താണ്, ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ ഒരു പ്രത്യേക തരം പഠനമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബറൂക്ക് സ്പിനോസ പറയുന്ന ഒരു വ്യക്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയാ, ഈ ഒരു പൗരന്മാർ എന്ന് പറയുന്നത് ജനിക്കുന്നവരല്ല അല്ലെ, സൃഷ്ടിക്കപ്പെടുന്നവരാണെന്ന് പറയണം. ആരാ പറഞ്ഞത്, ബറൂക്ക് സ്പിനോസ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് പൗരന്മാർ ജനിക്കുന്നവരല്ല, അവരെന്താണ്, സൃഷ്ടിക്കപ്പെടുന്നവരാണ്. എന്താണ് ഈ ഒരു പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനമാണ് പൗരന്മാരെ വികസിപ്പിക്കുന്നത് അല്ലെ. അല്ലാതെ ഓരോ വ്യക്തിയും ജനിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നില്ല, നേടിയെടുക്കുന്ന ഒന്നല്ല ഈ ഒരു രാഷ്ട്രീയത്തിലുള്ള സത്ത എന്ന് പറയുന്നത് അല്ലെ. രാഷ്ട്രീയത്തിലുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ഓരോ വ്യക്തി ജനിക്കുന്നതിലൂടെ നേടിയെടുക്കുന്നതല്ല. എന്താണ് ഉള്ളത്, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനമാണ് പൗരന്മാരെ എന്ത് ചെയ്യുന്നത്, വികസിപ്പിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ബറൂക്ക് സ്പിനോസ പറഞ്ഞത്. അപ്പൊ ഇതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഇനി ഇതിന്റെ മീനിങ്, ഡെഫിനിഷന് നോക്കാം. അപ്പോൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അല്ലെ, രാഷ്ട്രീയവൽക്കരണത്തിന്റെ അർത്ഥവും അതുപോലെ തന്നെ അതിന്റെ നിർവചനവും. അപ്പോൾ ആദ്യം നമുക്ക് മീനിങ് നോക്കാം. പ്രശസ്ത സാമൂഹ്യ ചിന്തകനായിട്ടുള്ള ബൊഗാർഡ്സിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറിയ പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടത്തപ്പെടുന്നത് ഗ്രൂപ്പുകൾക്കിടയിലാണ് അല്ലെ. സാമൂഹ്യവൽക്കരണ പ്രക്രിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പ്രക്രിയ നടത്തപ്പെടുന്നത് എന്തിലൂടെയാണ്, ഗ്രൂപ്പുകൾക്കിടയിലാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ വികസിപ്പിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടത്തപ്പെടുക എന്നിങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ സാമൂഹ്യവൽക്കരണം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഒരുമിച്ച് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ വികസിപ്പിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടത്തപ്പെടുക. അതുപോലെ തന്നെ രാഷ്ട്രീയ മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറുന്ന പ്രക്രിയയാണെന്നാണ് ബൊഗാർഡ്സിന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. അപ്പോൾ ബൊഗാർഡ്സിന്റെ അഭിപ്രായത്തിൽ എന്താ പറഞ്ഞത്, രാഷ്ട്രീയ മൂല്യങ്ങൾ അതുപോലെ തന്നെ മാനദണ്ഡങ്ങളൊക്കെ ഒരു തലമുറയിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അതുപോലെ സമൂഹത്തിലെ ജനങ്ങളുടെ സംയോജനത്തിലൂടെ മാത്രമാണ് സാമൂഹികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായിട്ടുള്ള വികാസം സാധ്യമാവുകയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സോഷ്യലൈസേഷൻ സഹായിക്കുന്നുണ്ട് അല്ലേ. ഒരു വ്യക്തിൻ്റെ എന്താ പറയുക, വ്യക്തിത്വ രൂപീകരണത്തിന് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രയോഗിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നുള്ള പേരിൽ മാറുന്നത്. അപ്പോൾ ഒരു വ്യക്തിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിന് സോഷ്യലൈസേഷൻ സഹായിക്കുന്നുണ്ട്, എന്നാൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രയോഗിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. അപ്പോൾ നോക്കുക, ഡെഫിനിഷൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഫസ്റ്റ് ഡെഫിനിഷന് ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത്, വ്യക്തികൾ രാഷ്ട്രീയ ദിശാബോധവും അതുപോലെ തന്നെ പെരുമാറ്റ രീതിയും നേടിയെടുക്കുന്ന വികസന പ്രക്രിയകളാണെന്ന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞത്. അതേപോലെ തന്നെ AR ബാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത്, രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും വികാസമാണെന്ന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥക്ക് സ്വീകാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ മനോഭാവങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് എന്ത്,
പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ് AR ബാള് പറഞ്ഞത്. അതേപോലെ തന്നെ ആൽമണ്ട് അതുപോലെ തന്നെ ആൻഡ് വെർഡ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പറഞ്ഞത് നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥക്ക് സ്വീകാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റം എന്നിവയുടെ ക്രമപരമായിട്ടുള്ള പഠനമാണ് എന്ത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അല്ലെ. ആൽമണ്ട് അതുപോലെ തന്നെ വെർഡ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പറഞ്ഞത് നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥക്ക് സ്വീകാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റം എന്നിവയുടെ ക്രമപരമായിട്ടുള്ള പഠനത്തിനെയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റോബർട്ട് സിഗൽ പറഞ്ഞത് രാഷ്ട്രീയ സംസ്കാരങ്ങൾ നിലനിർത്തുകയും അതുപോലെ തന്നെ മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്നാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് സിഗൽ അഭിപ്രായപ്പെട്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അല്ലേ. അതായത് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാധാന്യമാണ് ഇനി നോക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് രാഷ്ട്രീയ സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതൊരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെയാണ് എന്താ പറയുക രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള മൂല്യങ്ങളും അറിവുകളും വിശ്വാസങ്ങളും ഒക്കെ നിലനിർത്തുന്നത് അല്ലേ. ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള മൂല്യങ്ങളും അറിവുകളും വിശ്വാസങ്ങളും ഒക്കെ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ കടമകളെ കുറിച്ചിട്ട്, ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ പോരായ്മകളെ കുറിച്ചിട്ടൊക്കെ വിശദീകരണം നൽകാൻ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെ എന്താണ് സാധ്യമാണ്. അതുപോലെ തന്നെ ബഹുജനങ്ങളെ അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരാക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുകയും മാറ്റത്തിന് വിധേയമാക്കുകയും പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ ജനാധിപത്യം വിജയകരമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അല്ലേ. എന്താ പറഞ്ഞത്? രാഷ്ട്രീയ ജനാധിപത്യം വിജയകരമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അതുപോലെ തന്നെ രാഷ്ട്രീയ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനും വിതരണം ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അതുപോലെ തന്നെ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നതിനൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന പ്രക്രിയ കൂടിയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചിട്ടും രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് മാറ്റിമറിച്ചിട്ട് ഒരു സമൂഹത്തിനുള്ളിൽ സംവിധാനങ്ങൾ നിശ്ചയമല്ലാത്ത രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റിമറിച്ച് ഒരു സമൂഹത്തിനുള്ളിൽ സംവിധാനങ്ങൾ നിശ്ചലമല്ലാത്ത രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ചിട്ട് ജനങ്ങളുടെ ബോധവൽക്കരണം സാമൂഹ്യ വികസനത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏജൻസീസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആണ്. ഇത് എസ്സേ വരുന്ന ഭാഗമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഏജൻസികളാണ് ഫാമിലി, പിയർ ഗ്രൂപ്പ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡറി ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ മാസ് മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ്, റിലീജിയൻ. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്താണ് ഫാമിലി അല്ലേ. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് രാഷ്ട്രീയ മൂല്യങ്ങൾ കൈമാറുന്നതിൽ കുടുംബത്തിന് എന്തുണ്ട്? വലിയ പ്രാധാന്യമുണ്ട് അല്ലേ. കുടുംബത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് രാഷ്ട്രീയ മൂല്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തി ജീവിതത്തിന്റെ ആദ്യ 15 വർഷങ്ങളിൽ തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഭൂരിഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമാക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഒരു കുടുംബത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥ ശ്രദ്ധിക്കുകയും അവൻ്റെ മാനസിക ശാശ്വതമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നിന്നാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് രാഷ്ട്രീയ മൂല്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ് ഫാമിലി. ഇനി രണ്ടാമത്തതാണ് പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ്. സമാന പ്രായമുള്ളവരോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഉള്ള ആളുകളുടെ കൂട്ടമാണ് എന്ത്? പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. സമാന പ്രായമുള്ളവരോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഉള്ള ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് പിയർ ഗ്രൂപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമപ്രായക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നുള്ള എന്താണ്? സമപ്രായക്കാരായുള്ള ആളുകളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ചർച്ചകൾ ഒരു വ്യക്തിയുടെ ധാർമ്മിക വീക്ഷണത്തെ മാറ്റാനും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ മറ്റൊരു ഏജൻസിയാണ് എന്ത്? പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഏജൻസിയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. സാമൂഹ്യവൽക്കരണത്തിനിടയിൽ വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ രാഷ്ട്രീയ മനോഭാവത്തോടു കൂടി എത്തിച്ചേരുന്നുണ്ട്. അതായത് സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റികളിലൊക്കെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിനുള്ള മാർഗങ്ങളാണെന്ന് പറയാം അല്ലേ. സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റികളൊക്കെയാണ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിനുള്ള മാർഗങ്ങൾ. അതുപോലെ തന്നെ ദേശീയത, രാഷ്ട്രീയത്തിൻ്റെ മഹത്വം, രാഷ്ട്ര നേതാക്കളുടെ എന്താ പറയുക ചർച്ച മുതലായവയൊക്കെ നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ
ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയാം. അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിൽ നിന്ന് വ്യക്തികൾ സർവകലാശാലകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ വരുമ്പോൾ ദേശീയ ആശയങ്ങളിലൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസിയാണ്. അടുത്തതാണ് മാസ് മീഡിയ അല്ലേ. ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെയൊക്കെ സ്വാധീനം ആധുനിക കാലത്ത് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാസ് മീഡിയ എന്താകുന്നത്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസി ആയിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സഹായത്തോടെ രാഷ്ട്രീയ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാനും സഹായിക്കുന്നുണ്ട് അല്ലേ. ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് എങ്ങനെയാണ്, ഈ ഒരു മാധ്യമങ്ങളുടെ സഹായത്തോടെയാണ് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടികളുടെയോ ഒക്കെയുള്ള അംഗങ്ങളുടെ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർട്ടികളെ അംഗങ്ങളെയൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്താണ്, മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ സാമൂഹ്യവൽക്കരണത്തിന് മാധ്യമങ്ങളുടെ വികാസം എന്താണ്, വളരെയേറെ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസി തന്നെയാണ് മാസ് മീഡിയയും. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ മറ്റൊരു ഏജൻസിയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ, രാഷ്ട്രീയ പാർട്ടികൾ. അതായത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ അധികാരം പ്രയോജനപ്പെടുത്തുന്നതിനാണ് അല്ലെ. രാഷ്ട്രീയത്തിൽ അധികാരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിലുപരി ഒരു പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വിവിധ തലത്തിലും അതുപോലെ തന്നെ മാർഗത്തിലുമുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുമാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് ബോധവൽക്കരണങ്ങളിലൂടെ ജനങ്ങളുടെ രാഷ്ട്രീയ പങ്ക് എന്ത് ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്നത്. അടുത്ത പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസിയാണ് മതം അല്ലെങ്കിൽ റിലീജിയൻ അല്ലേ. ആധുനിക മതേതര ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മതസംഘടനകളുടെ രാഷ്ട്രീയ പങ്ക് എന്താണ്, കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും അവർക്ക് പരോക്ഷമായിട്ടുള്ള ചില പങ്കുകളൊക്കെ ഉണ്ട് അല്ലേ. എന്താണ്, മതങ്ങൾക്ക് പരോക്ഷമായിട്ടുള്ള ചില പങ്കുകളൊക്കെ ഉണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ റോമൻ കത്തോലിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഭരണകൂടത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ എതിർപ്പ് കാണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദു മുസ്ലിം മതസംഘടനകൾ അവരുടെ അംഗങ്ങളെയൊക്കെ രാഷ്ട്രീയ വീക്ഷണത്തോടെയാണ് പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലേ. മതങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉടലെടുക്കുന്നുണ്ട്. മതത്തിൻ്റെ സ്വാധീനത്തിൽ ജനഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ റിലീജിയനും എന്താകുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസി ആയിട്ട് മാറിയിട്ടുള്ളത്. അടുത്ത പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസിയാണ് സെക്കൻഡറി ഗ്രൂപ്പുകൾ അല്ലേ. അതായത് ദ്വിതീയ ഗ്രൂപ്പുകൾ. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലുള്ള പ്രധാന ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ സമൂഹങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിലൊക്കെ ഈ സെക്കൻഡറി ഗ്രൂപ്പുകൾ വഹിക്കുന്ന പങ്കും അവയുടെ എണ്ണവും എന്താണ്, കൂടുതലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സമൂഹത്തിൽ സങ്കീർണതയും അതുപോലെ തന്നെ വികസനവും വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ് വ്യക്തികളുടെ മൂല്യവും പ്രവർത്തനവും ഒക്കെ എന്ത് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ 3 രീതിയിലുള്ള ഗ്രൂപ്പുകളാണ് സാമൂഹ്യവൽക്കരണത്തിലുള്ളത്. ഒന്നാമത്തേത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ള സെക്കൻഡറി ഗ്രൂപ്പുകൾ. രണ്ടാമത്തേത് രാഷ്ട്രീയേതര ആവശ്യങ്ങൾക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട സെക്കൻഡറി ഗ്രൂപ്പുകൾ. മൂന്നാമത്തേത് ഒരു രാഷ്ട്രീയ സ്വഭാവവും ഇല്ലാത്ത സെക്കൻഡറി ഗ്രൂപ്പുകൾ. ഈ ഒരു മൊഡ്യൂളിൽ അവസാനമായിട്ട് പഠിക്കാനുള്ള ഭാഗമാണ് റോൾ ഓഫ് മാസ് മീഡിയ ഇൻ പൊളിറ്റിക്സ് അല്ലെ. രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക്. അതായത് പൊതുജനങ്ങളുടെ കണ്ണും കാതുമായിട്ട് പ്രവർത്തിക്കുന്ന വർത്തമാന മാധ്യമങ്ങളെയാണ് സാമൂഹ്യ രാഷ്ട്രീയ ശക്തി അല്ലെങ്കിൽ സ്ഥാപനം എന്നൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഇതിനെന്താ വിളിക്കുന്നത്, ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രസ് എന്നൊക്കെ പേരിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഈ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് അല്ലെ. ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രസ് എന്ന പേരിലൊക്കെയാണ് പൊതുവെ ഈ ഒരു സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരമില്ലാതെയും മാധ്യമ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള മാധ്യമം പ്രധാനമായിട്ടും 4 ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുണ്ട്. ഏതൊക്കെയാണ് ഒരു 4 ഉദ്ദേശങ്ങൾ നോക്കാം. ഒന്ന്, ഗവൺമെൻറ് നേതാക്കളെ ജനങ്ങൾക്കിടയിൽ ഉത്തരവാദിത്തത്തോടെ നിലനിർത്തുന്നുണ്ട് അല്ലേ. മാധ്യമങ്ങൾ ഗവൺമെൻറ് നേതാക്കളെ ജനങ്ങൾക്കിടയിൽ ഉത്തരവാദിത്തത്തോടെ നിലനിർത്തുന്നുണ്ട്. രണ്ടാമത്തത്, മാധ്യമങ്ങൾ ഒരു പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്യമാക്കുന്നുണ്ട് അല്ലേ. പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ പരസ്യമാക്കുന്നുണ്ട്. മൂന്നാമത്തത്, വിദ്യാസമ്പന്നരായിട്ടുള്ള പൗരന്മാരെ ബോധവാന്മാരാക്കുക, അവർ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ നാലാമത്തേതാണ് സിവിൽ സമൂഹത്തിൽ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുക. അപ്പോൾ ഈ ഒരു 4 ഉദ്ദേശങ്ങളാണ് മാധ്യമം പ്രധാനമായിട്ടും നിറവേറ്റുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ സംവിധാനങ്ങളെ സ്വാധീനിക്കുന്നതിൽ സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് എന്തുണ്ട്, പ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രവും സന്തുലിതവുമായിട്ടുള്ള പരമ്പരാഗത മാധ്യമങ്ങൾക്കാണ് വളരെയധികം
പങ്ക് ഉള്ളത്. അതുപോലെ തന്നെ നവമാധ്യമങ്ങളെക്കാൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നവമാധ്യമങ്ങളെക്കാൾ എന്ത് ചെയ്യുന്നുണ്ട്, സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മത്സരിക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ സംഭവങ്ങളുടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രചാരണവും തെരഞ്ഞെടുപ്പിലുള്ള സ്വാധീനവും ഒക്കെ രാഷ്ട്രീയ പ്രക്രിയക്കുള്ളിൽ എന്താ പറയുക നിലനിൽക്കുന്നതാണ്. ഇവയെ വ്യക്തി ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. അപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി ജീവിതത്തിലേക്ക് നയിക്കാനൊക്കെ കഴിയുന്നത്. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന് ഹാനികരമാണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിലുപരി അഴിമതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ ആരാണ്, ബഹുജന മാധ്യമങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ മനോഭാവത്തെയും അഭിപ്രായത്തെയും പെരുമാറ്റത്തെയും ഒക്കെ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് എന്താണ്, കഴിവുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആധുനിക മാധ്യമങ്ങൾ എന്താ പറയുക ആശ്രയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്ത് എങ്ങനെ ചിന്തിക്കണം അതുപോലെ തന്നെ പ്രവർത്തിക്കണം എന്നതൊക്കെ എന്താണ്, ഈ TV, ഇന്റർനെറ്റ്, മൊബൈൽ ഫോണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് പരിഗണിച്ചുകൊണ്ട് ഇരിക്കുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ലോകത്ത് എങ്ങനെ ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയത്തിൽ പൗരന്മാരുടെ ഇടപെടലിനെ എന്താ പറയുക ഉത്തേജിപ്പിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്താണ്, പ്രധാന പങ്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.